എത്ര വലിയ അധികാരം കിട്ടുന്നോ അത്രയും ലാളിത്യത്തോടെയും സ്നേഹത്തോടുകൂടിയും ജനങ്ങളോട് പെരുമാറാൻ നേതാക്കന്മാർ പഠിച്ചിട്ടില്ലെങ്കിൽ അവരെ അത് ജനങ്ങൾ ആ പുറംകാലോട് അടിക്കും എന്നുള്ളതാണ്. നമുക്ക് ഒരാളോട് നമുക്ക് ദേഷ്യം തോന്നുകയാണെങ്കിൽ നമ്മൾ സാധാരണക്കാരനെ നമുക്ക് ദേഷ്യപ്പെടാം. ഒരു പവർ കയ്യിലുള്ള ആൾക്കാരെ കൊണ്ട് ദേഷ്യപ്പെടാൻ പാടില്ല. അവരുടെ അടുത്ത് പോലീസ് ഇരിക്കുന്നു, അവരുടെ അടുത്ത് സംവിധാനങ്ങളിരിക്കുന്നു, അവർ ദേഷ്യപ്പെടുമ്പോൾ ഇമ്പാക്റ്റ് ഡബിളാണ്. നമ്മൾ വിചാരിക്കുമ്പോൾ മാധ്യമങ്ങൾ കടക്ക് പുറത്തുനിന്ന് മാധ്യമങ്ങളോട് പറഞ്ഞാൽ ഇപ്പം എന്താ, അത് മുഖ്യമന്ത്രിയല്ലേ പറഞ്ഞതെന്നൊക്കെ. പക്ഷേ കടക്ക് പുറത്തുനിന്ന് മാധ്യമങ്ങളോട് പറയുമ്പോൾ ജനങ്ങൾ ശ്രദ്ധിക്കുന്നത് നമ്മളെ ഓരോരുത്തരെയാണ് കടക്ക് പുറത്തുനിന്ന് പറയുന്നത്. അധികാരം കയ്യിൽ കിട്ടിക്കിടുന്ന ധാഷ്ടിയാണെന്നാണ് ജനങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ ആ സംവിധാനത്തിലേക്ക് മാറി. പക്ഷേ ഇടതുപക്ഷത്തിന് പെട്ടെന്ന് തിരിച്ചു വരാൻ കഴിയും കേട്ടോ. ഞാൻ പറയുന്നത് 2019 ഇലക്ഷനിൽ കഴിഞ്ഞ് 2021 ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ 2 വർഷമേ ഉള്ളൂ. 2 വർഷം കൊണ്ട് ഒരു ചിട്ടയായ പ്രവർത്തനം അടുത്ത വർഷം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ആ ചിട്ടയായ പ്രവർത്തനമാണ് 2021 ഇലക്ഷനിൽ അവർക്ക് സാമൂഹിക പെൻഷൻ അവർ കറക്റ്റായിട്ട് കൈകാര്യം ചെയ്തു. കിറ്റുകൾ അവർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവർക്ക് കഴിഞ്ഞു. പത്രസമ്മേളനം, കാരണം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ റേറ്റിങ്ങിലൊക്കെ 1ാം സ്ഥാനത്തായിരുന്നു പത്രസമ്മേളനം പോയിക്കൊണ്ടിരുന്നത്.